In the last class we discussed about van der Waals equation of state, and that is P plus A n square by V squared V minus NB is equal to nRT. Okay, now we are going to discuss about the applicability of van der Waals equation, how it is applicable in the case of real gases. So for 1 mole of gas we can write the equation as P plus A by V squared V minus B equal to RT. For 1 mole means n equal to 1 ആണ്. So we have this equation P plus A by V squared V minus B equal to RT. Okay, now we can just rearrange this. Just A plus B into A minus B ചെയ്തു നോക്കുക. Okay, A plus B into A minus B അല്ല, സോറി, ഇത് ചെയ്തു നോക്കുക. Okay, so how we can write PV P into V PV minus P into B PB പ്ലസ് എ ബി ബൈ വി സ്ക്വയർ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ ബൈ ബി എന്ന് വരും അല്ലേ. എ ബി ബൈ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ബൈ ബി വരും, മൈനസ് എ ബി ബൈ വി സ്ക്വയർഡ് അല്ലേ. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ആർ ടി എന്ന് എഴുതാം. ദെൻ നമ്മൾ പി വിനെ ഇവിടെ നിർത്തുന്നു. പി വി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ആർ ടി മൈനസ് പി ബി ഇവിടെ ചെല്ലുമ്പോൾ പ്ലസ് പി ബി ആയി, പ്ലസ് എ ബൈ ബി അവിടെ ചെല്ലുമ്പോൾ എ ബൈ വി മൈനസ് എ ബൈ ബി ആയി, പ്ലസ് എ ബി ബൈ വി സ്ക്വയർ മൈനസ് എന്നുള്ളത് പ്ലസ് എ ബി ബൈ വി സ്ക്വയർ എന്നായി. ഓക്കെ, സോ ദാറ്റ് ഈസ് പി വിയെ നമ്മൾ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക ചെയ്തത്. പി വി ഇസ് ഇക്വൽ ടു ആർ ടി പ്ലസ് പി ബി മൈനസ് എ ബൈ വി പ്ലസ് എ ബി ബൈ വി സ്ക്വയർഡ്, ഇങ്ങനെ നമ്മൾ റീഅറേഞ്ച് ചെയ്തു. സോ ഈ ഇക്വേഷൻ നമ്മൾ ഓർത്ത് വയ്ക്കുക. നൗ വി വാണ്ട് ടു ചെക്ക് ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. ഓരോ കണ്ടീഷൻസും നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് just we can check what will happen at low pressure. Low pressure means P is very small. പ്രഷർ വളരെ കുറവാണ് അല്ലേ. അപ്പോൾ നോക്കൂ, ഈ ഇക്വേഷനിൽ പ്രഷർ കുറവാണെങ്കിൽ നമുക്ക് ഈ ടേം പി ബി എന്നുള്ള ടേമിനെ നമുക്കത് നെഗ്ലിജിബിളായിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ പ്രഷർ കൂടുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? വി വിൽ ഇൻക്രീസ്, വോളിയം ഇൻക്രീസ് ചെയ്യില്ല. പ്രഷർ കൂടുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? സോറി, വെൻ പ്രഷർ ഈസ് ലോ ആണ് കേട്ടോ. വെൻ പ്രഷർ ഈസ് ലോ, പ്രഷർ വളരെ കുറവാണ്. സോ പി ബി എന്നുള്ള ഫാക്ടറിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അതുപോലെ പ്രഷർ കുറയുമ്പോൾ എന്ത് ചെയ്യും? വോളിയം വിൽ ഇൻക്രീസ്. അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രൊനൗൺസ് എഫക്റ്റ് വി സ്ക്വയർ ആണ് അല്ലേ. സോ ഈ എ ബൈ ബി വി സ്ക്വയർ എന്നുള്ള ടേമും നമുക്ക് നെഗ്ലിജിബിളി സ്മോൾ ആയത് കാരണം വി ക്യാൻ റിമൂവ് ഇറ്റ്. മനസ്സിലായോ? ലോ പ്രഷർ ആകുമ്പോൾ ഈ രണ്ട് ടേമും നമുക്ക് റിമൂവ് ചെയ്യാം. സോ ദ നെറ്റ് ടേം വി ക്യാൻ റൈറ്റ് ആസ് പി വി ഈസ് ഈക്വൽ ടു ആർ ടി മൈനസ് എ ബൈ വി എന്നെഴുതാം. കാരണം ഇത് രണ്ടും നമുക്ക് നെഗ്ലിജിബിളി സ്മോൾ ആണ്. നൗ ഡിവൈഡഡ് ബോത്ത് സൈഡ് ബൈ ആർ ടി. ആർ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ വാട്ട് വിൽ ഹാപ്പൻ? പി വി ബൈ ആർ ടി ഈസ് ഈക്വൽ ടു ആർ ടി മൈനസ് എ ബൈ വി ഡിവൈഡഡ് ബൈ ആർ ടി എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എന്ത് വരും? ആർ ടി ബൈ ആർ ടി പറഞ്ഞാൽ 1 മൈനസ് എ ബൈ വി ആർ ടി എന്ന് വരും അല്ലേ. സോ വാട്ട് ഈസ് പി വി ബൈ ആർ ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് എ വി ആർ ടി. എന്നാൽ ഇനി പറയൂ, പി വി ബൈ ആർ ടി എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. പി വി ബൈ ആർ ടി ദാറ്റ് ഈസ് കംപ്രസബിലിറ്റി ഫാക്ടർ Z എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. Z പി വി ബൈ ആർ ടി. സോ Z ഈസ് ഈക്വൽ ടു 1 മൈനസ് എ ബൈ ആർ ടി എന്നെഴുതാം നമുക്ക്. Z ഈസ് ഈക്വൽ ടു 1 മൈനസ് എ ബൈ ആർ ടി. അപ്പോൾ നോക്കി നോക്കൂ, ഫോർ റിയൽ ഗ്യാസ് Z ഈസ് ലെസ് ദാൻ 1 വിത്ത് എ ഫാക്ടർ എ ബൈ ആർ ടി. അറ്റ് ലോ പ്രഷറിൽ Z ലെസ് ദാൻ 1 ആയിരിക്കും. എത്രത്തോളം ലെസ് ദാൻ 1 ആണ്? ലെസ് ദാൻ ബൈ എ ഫാക്ടർ എ ബൈ വി ആർ ടി കേട്ടോ, സോറി, എ ബൈ വി ആർ ടി ആയിരിക്കും. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മൾ ആ ഗ്രാഫ് നോക്കിയായിരുന്നു അല്ലേ. Z ഈക്വൽ ടു 1, പക്ഷേ റിയൽ ഗ്യാസസിന് Z ലെസ് ദാൻ 1 ആണ്. പിന്നെ ഇങ്ങനെ ഡിക്രീസ് ചെയ്യുന്നു, പിന്നെ ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ പ്രഷർ, ദാറ്റ് ഈസ് Z അഗെയിൻസ്റ്റ് പ്രഷർ ഗ്രാഫിൽ ആസ് പ്രഷർ ഇൻക്രീസസ്, പ്രഷർ കൂടുകയാണ് വിചാരിച്ചോളൂ. ആസ് പ്രഷർ ഇൻക്രീസസ് വി എന്ത് ചെയ്യും? വി കുറയും. വി കുറയുക പറഞ്ഞു വെച്ചാൽ എ ബൈ വി ആർ ടി കൂടും. എ ബൈ വി ആർ ടി കൂടുക പറഞ്ഞു വെച്ചാൽ സെഡിൻ്റെ വാല്യൂ 1ൽ നിന്നും വീണ്ടും കുറയും. അതാണ് സെഡിൻ്റെ വാല്യൂ കുറയണം. സോ ഇനീഷ്യൽ ഡിപ്പ് ഇൻ ദ ഗ്രാഫ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ബൈ ദിസ് വേ. മനസ്സിലായോ? പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. വോളിയം കുറയുക പറഞ്ഞാൽ ഇവിടെ നോക്കും,
ഇവിടെ വോളിയം കുറഞ്ഞു വെച്ചാൽ എ ബൈ വി ആർ ടിയുടെ വാല്യൂ കൂടും. എ ബൈ ആർ ടി വാല്യൂ കൂടുക പറയുമ്പോൾ സെഡിൻ്റെ വാല്യൂ കുറയും. സോ ദാറ്റ് ഈസ് ദ ഇനീഷ്യൽ ഡിപ്പ്. അപ്പോൾ നമ്മുടെ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ വെച്ച് നമ്മളിങ്ങനെ എത്തി. അറ്റ് ലോ പ്രഷറിൽ സെഡ് എന്ന് പറയുന്നത് 1 - a ബൈ വി ആർ ടി ആണ്. സെഡ് ലെസ് ദാൻ യൂണിറ്റി ആണ്. അതാണല്ലേ, ലെസ് ദാൻ 1 കുറഞ്ഞു. ദെൻ പ്രഷർ കൂടുമ്പോൾ ഇനീഷ്യൽ ഡിപ്പ് നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു? പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. അപ്പോൾ എ ബൈ വി ആർ ടി കൂടും. അപ്പോൾ സെഡ് വീണ്ടും 1 വളരെ സെഡിൻ്റെ വാല്യൂ വീണ്ടും കുറയും. ഓക്കെ, അപ്പോൾ അതാണ് പ്രഷർ ഇങ്ങനെ കുറച്ച് ഇൻക്രീസ് ചെയ്യുമ്പോൾ. ഇനി ഹൈ പ്രഷറിൽ എന്തുകൊണ്ട് ഇൻക്രീസ് ചെയ്യുന്നു നമുക്ക് നോക്കാം. ലോ പ്രഷറിൽ ലെസ് ദാൻ യൂണിറ്റി ആയി, പിന്നെ പ്രഷർ കൂടുമ്പോൾ വീണ്ടും ഡിക്രീസ് ചെയ്യുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. നെക്സ്റ്റ് വി വാണ്ട് ടു എക്സ്പ്ലെയിൻ ദ ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസസ് അറ്റ് ഹൈ പ്രഷർ. ഹൈ പ്രഷറിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ ഹൈ പ്രഷർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രഷർ കൂടുതലാണ് അല്ലേ. അപ്പോൾ പ്രഷർ കൂടുതലാണ്. അപ്പോൾ ഈ ടേം അവിടെ വേണം. സോ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ എ ബൈ വിയും എ ബി ബൈ വി സ്ക്വയർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആസ് പ്രഷർ ഈസ് വെരി ഹൈ, വി ഈസ് വെരി സ്മാൾ ആൻഡ് ഓൾസോ അപ്പോൾ വോളിയം കറക്ഷൻ ഇമ്പോർട്ടൻറ്റ്. ഈ ബി എന്നുള്ള ഫാക്ടറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രഷർ കൂടുമ്പോൾ വോളിയം നന്നായി കുറയുന്നു, അപ്പോൾ ബിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ ടേമിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ എ ബൈ വിയും എ ബി ബൈ വി സ്ക്വയറും ഏകദേശം ഈക്വലായിട്ട് വരും. എ ബൈ വിയുടെ വാല്യൂയും എ ബി ഇതും പ്രൊനൗൺസ്ഡ് ആണ്. ഇത് വി സ്ക്വയർ വരുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂം ഈക്വലായിട്ട് വരും. സോ ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ. ഇത് മൈനസും പ്ലസ്സും അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഹൈ പ്രഷറിൽ വോളിയം വളരെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ ഈ രണ്ട് ടേമും നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. സോ ദ റെസ്റ്റ് ഇക്വേഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ്, നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? പി വി ഈസ് ഈക്വൽ ടു ആർ ടി പ്ലസ് പി ബി എന്ന് എഴുതാം അല്ലേ നമുക്ക്. ദാറ്റ് ഈസ് അറ്റ് എ വെരി ഹൈ പ്രഷർ കണ്ടീഷൻ. ദെൻ അഗെയിൻ ഡിവൈഡഡ് ബൈ ആർ ടി. പി വി ബൈ ആർ ടി ഈസ് ഈക്വൽ ടു 1 പ്ലസ് വരില്ല. ആർ ടി ബൈ 1, ആർ ടി പറഞ്ഞാൽ 1 പ്ലസ് പി ബി ബൈ ആർ ടി വരും. അപ്പോൾ നോക്കി നോക്കൂ, പി വി ബൈ ആർ ടി പറഞ്ഞാൽ നമുക്ക് സെഡ് കംപ്രസിബിലിറ്റി ഫാക്ടർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് പി ബി ബൈ ആർ ടി വരും. അതായത് ഹൈ പ്രഷറിൽ സെഡ് ഗ്രേറ്റർ ദാൻ 1 ആണ്. കാരണം ദാറ്റ് ഈസ് സെഡ് ഈസ് ആഡഡ് ബൈ എ ഫാക്ടർ പി ബി ബൈ ആർ ടി. പി ബി ബൈ ആർ ടി എന്നുള്ളൊരു ഫാക്ടർ ഇവിടെ ആഡ് ചെയ്തത് കൊണ്ട് സെഡിൻ്റെ വാല്യൂ കൂടും അല്ലേ. നോക്കൂ, ഈ ഗ്രാഫിൽ സെഡിൻ്റെ വാല്യൂ കൂടും. ഹൈ പ്രഷറിലേക്ക് പോകുമ്പോൾ സെഡ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി വിത്ത് എ ഫാക്ടർ പി ബി ബൈ ആർ ടി. So we explain the behavior of real gas using van der Waals equation. അപ്പോൾ van der Waals equation അത് എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. ലോ പ്രഷറിലുള്ള ബിഹേവിയറും ഹൈ പ്രഷറിലുള്ള ബിഹേവിയറും അത് എക്സ്പ്ലെയിൻ ചെയ്തു. Okay, so we discussed about at low pressure and high pressure conditions. Now just check what very low pressure. Very low pressure means pressure is very small. So what will happen? V will become very high. So in this equation we can neglect the term. Pressure പറയുമ്പോൾ ഇതിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. A by V നെഗ്ലക്റ്റ് ചെയ്യാം. A B by V സ്ക്വയറും നെഗ്ലക്റ്റ് ചെയ്യാം അല്ലേ. So what will happen? The equation become PV is equal to RT. That means the real gases behaves like ideal gases. Ideal gases in the same behavior തന്നെ വരിക at very low pressure. നോക്കൂ, നമുക്കറിയാം വെരി ലോ പ്രഷർ എന്ന് വെച്ചാൽ വളരെ ലോ പ്രഷറിൽ സെഡ് ഈക്വൽ ടു യൂണിറ്റി തന്നെയാണ് വരുന്നത് അല്ലേ. സോ റിയൽ ഗ്യാസസ് ബിഹേവ് ലൈക്ക് ഐഡിയൽ ഗ്യാസസ്. ആ മോഡറേറ്റ് മറ്റ് കണ്ടീഷൻസിലാണ് ഡീവിയേഷൻ വരുന്നത്. അപ്പോൾ വെരി ലോ വീണ്ടും പ്രഷർ കുറയുമ്പോൾ അതിങ്ങനെ കുറയുന്നു, പിന്നെ പ്രഷർ കൂടുമ്പോൾ കുറയുന്നു, പിന്നെ പ്രഷർ വളരെ ഹൈ ആകുമ്പോൾ കൂടുന്നു. ആ ബിഹേവിയറൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. സോ വെരി ലോ പ്രഷർ ദ ഗ്യാസ് ബിഹേവ് ലൈക്ക് ഐഡിയൽ ഗ്യാസസ്. And then we have another condition. What will happen at a high temperature? നോക്കുക, at high temperature. So what will happen at high temperature? Temperature means RT. T become very high. അപ്പോൾ ഈ RT ഇത് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. സെൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്കറിയാം വോളിയം വളരെ കൂടും. വോളിയം വളരെ കൂടുമ്പോൾ ബിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല അല്ലേ. ബി എപ്പോഴും ഇമ്പോർട്ടൻസ് ആയി വോളിയം കറക്ഷൻ വോളിയം കുറയുന്ന സമയത്താണ്. സോ പി ബി എന്നുള്ള ടേം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. എ ബൈ വി, എ ബി ബൈ വി സ്ക്വയർ ഇതെല്ലാം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. സോ ദാറ്റ് ബിക്കം പി വി ഈസ് ഈക്വൽ ടു ആർ ടി എന്ന് വരും. സോ അറ്റ് ഹൈ ടെമ്പറേച്ചർ ഓൾസോ ഐഡിയൽ ഗ്യാസ് ബിഹേവ് റിയൽ ഗ്യാസ് ബിഹേവ് ഐഡിയലി. സോ വെരി ലോ പ്രഷറും ഹൈ ടെമ്പറേച്ചറും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡീവിയേഷൻ ഇല്ല. മറ്റൊരു കേസിലാണ് റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് വേരി ചെയ്യുന്നത്. അത് നമ്മൾ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക കൂടി ചെയ്തു. മനസ്സിലായില്ലേ?
Next, exceptional behavior of hydrogen and helium, and in that section we found that നോക്കൂ ഹൈഡ്രജൻ ആൻഡ് ഹീലിയം അവർക്ക് അങ്ങനെ ഒരു ഡിപ്പൊന്നുമില്ല, നേരെ ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ. ഫോർ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തു. ഇതായിരുന്നു അല്ലേ ഗ്രാഫ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ എക്സെപ്ഷണൽ ബിഹേവിയർ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. And you know hydrogen and helium, that are small molecules, very small ആയിട്ടുള്ള ആൾക്കാരാണ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. So as a result of this, the intermolecular force of attraction between the molecules are very low. മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പി ബി എന്നുള്ള ടേമൊക്കെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ബി എന്ന് പറയുന്നതും അതുപോലെ എ ബൈ വി സ്ക്വയേർഡ് എന്നുള്ള ടേമൊക്കെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. കാരണം ഈ പ്രഷർ കറക്ഷൻ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരുമ്പോഴല്ലേ നമ്മൾ എ ബൈ വി സ്ക്വയർ ഒക്കെ ഡിറൈവ് ചെയ്തത്. അത്തരം ടേമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പി ബി അല്ല കേട്ടോ, എ ബൈ വി സ്ക്വയർ ഉള്ള ടേമൊക്കെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. വൈ? ദീസ് ആർ വെരി സ്മോൾ മോളിക്യൂൾസ്, സോ ദെയർ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ലെസ്. ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ വെച്ചിട്ടല്ലേ നമ്മൾ എ ബൈ വിയും എ ബൈ വി സ്ക്വയർ എന്നൊക്കെയുള്ള ടേം വന്നത്. ഓക്കെ, ആ എ എന്നുള്ള ടേം തന്നെ ഇൻ്റർമോളിക്കുലർ അട്രാക്ഷനെ കുറിച്ച് പറയുന്നത്. ബി എന്നുള്ളത് വോളിയത്തിനെയാണ് കേട്ടോ. അപ്പോൾ എ ഉള്ള ടേമൊക്കെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. സോ വാട്ട് വിൽ ഹാപ്പൻ? പി വി ഈസ് ഈക്വൽ ടു ആർ ടി പ്ലസ് പി ബി എന്ന് മാത്രം എഴുതാം. നമുക്ക് ആർ ടി പ്ലസ് പി ബി എന്ന് എഴുതാം. ദെൻ പി വി ബൈ ആർ ടി ഈസ് ഈക്വൽ ടു 1 പ്ലസ് പി ബി ബൈ ആർ ടി എന്ന് പറയാം. സോ വാട്ട് ഈസ് പി വി ബൈ ആർ ടി? സെഡ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് പി ബി ബൈ ആർ ടി എന്ന്, അതായത് സെഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1. സോ ഫോർ മോളിക്യൂൾസ് ലൈക്ക് ഹൈഡ്രജൻ ഹീലിയം ഒരു ഡിപ്പൊന്നും വരുന്നില്ല, നേരെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ലോ പ്രഷറിൽ പോലും മറ്റ് ഗ്യാസസിനെല്ലാം ലോ പ്രഷറിലൊരു ഡിപ്പ് വരുന്നുണ്ട്. ബട്ട് ഫോർ ഹൈഡ്രജൻ ആൻഡ് ഹീലിയം സെഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1 യൂണിറ്റി അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ പ്രഷർ. ഹൈ പ്രഷർ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഫാക്ടർ വീണ്ടും കൂടും, സെഡ് വളരെ ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ്റെ ഹീലിയത്തിൻ്റെയും അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ബിഹേവിയർ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി വാൻ ഡെർ വാൾ ഇക്വേഷൻ വെച്ചിട്ട്. എങ്ങനെയാണ്? ദേ ആർ സ്മോൾ മോളിക്യൂളാണ്, അപ്പോൾ ഇൻ്റർമോളിക്കുലർ ഇൻട്രാക്ഷൻസ് ഒക്കെ നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ട് ആ ഇൻട്രാക്ഷനെ കാണിക്കുന്ന ടേമാണ് എ ബൈ വിയും എ ബൈ വി സ്ക്വയർ ഒക്കെ ഉള്ളത്. അതിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. സോ പി വി ഇസ് ഈക്വൽ ടു ആർ ടി പ്ലസ് പി ബി. സോ ജസ്റ്റ് വെൻ വി ആർ റീഅറേഞ്ചിങ് സെഡ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആയിരിക്കും. സോ വി എക്സ്പ്ലെയിൻ ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. സോ നമ്മൾ എല്ലാ കണ്ടീഷൻസും എക്സ്പ്ലെയിൻ ചെയ്തു. ലോ പ്രഷർ, വെരി ലോ പ്രഷർ, ഹൈ ടെമ്പറേച്ചർ ആൻഡ് ദ എക്സെപ്ഷണൽ ബിഹേവിയർ ഓഫ് hydrogen and helium using van der Waals equation. So van der Waals equation is applicable to real gases. അതിൻ്റെ ബിഹേവിയർ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. Next we want to find out the units of van der Waals constants A and B. We have these constants A and B. So just look at this equation. P plus A n square by V square. So this is the pressure correction term and this is the volume correction term. So first we want to find out the unit of A. Aയുടെ യൂണിറ്റ് എന്താ നമുക്ക് നോക്കാം. സോ എ എന്ന് പറയുന്നത് പ്രഷർ കറക്ഷൻ ടേം ആയതുകൊണ്ട് തന്നെ ഈ പ്രഷറിനോട് കൂടി അത് ആഡ് ചെയ്യണമെങ്കിൽ എയുടെ യൂണിറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കണം? പ്രഷറിൻ്റെ യൂണിറ്റിന് ഈക്വൽ ആയിരിക്കണം അല്ലേ. സോ അതായത് ഈ ടേമിൻ്റെ യൂണിറ്റ് പ്രഷറിൻ്റെ യൂണിറ്റുമായിട്ട് ഈക്വൽ ആണെങ്കിലല്ലേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു ടേമിൻ്റെ യൂണിറ്റ് ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ദ യൂണിറ്റ് ഓഫ് പ്രഷർ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. യൂണിറ്റ് ഓഫ് എ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇൻറ്റു എന്നിൻ്റെ യൂണിറ്റ് മോളാണ് അല്ലേ. അപ്പോൾ മോൾ സ്ക്വയേർഡ് ഡിവൈഡഡ് ബൈ വി വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. ദാറ്റ് വി ആർ കൺസിഡർ SI യൂണിറ്റാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. മീറ്റർ ക്യൂബ് അതിൻ്റെ സ്ക്വയർ ആൻഡ് ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ദി യൂണിറ്റ് ഓഫ് പ്രഷർ. യൂണിറ്റ് ഓഫ് പ്രഷർ എന്താണ്? ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 ആണ് അല്ലേ പ്രഷറിൻ്റെ യൂണിറ്റ്. അപ്പോൾ നോക്കി നോക്കൂ, നമുക്ക് യൂണിറ്റ് ഓഫ് എ നമുക്ക് എങ്ങനെ എഴുതാം? യൂണിറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 അവിടെ ഉണ്ട്. ദെൻ ഈ ഇതിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ മീറ്റർ റേസ് ടു 6 എന്നാവും. ദെൻ മോൾ സ്ക്വയർ എന്നുള്ളത് അവിടെ പോകുമ്പോൾ മോൾ റേസ് ടു -2 എന്നാവും അല്ലേ. ഓക്കെ, സോ ദാറ്റ് വിൽ ഈക്വൽ ടു ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2. ഇതെന്താണ്? ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 എന്ന് പറഞ്ഞു വെച്ചാൽ പ്രഷറാണ്. അപ്പോൾ അതിനെ നമുക്ക് പാസ്കൽ എന്ന് എഴുതാം അല്ലേ. ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 പറഞ്ഞാൽ പാസ്കൽ, മീറ്റർ റേസ് ടു 6, മോൾ റേസ് ടു -2. ഇതാണ് യൂണിറ്റ് ഓഫ് എ ഇൻ SI സിസ്റ്റം. SI സിസ്റ്റത്തിലെ യൂണിറ്റ് ഇതാണ് വരിക. ഓക്കെ, ദെൻ CGSൽ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം?
യൂണിറ്റ് ഓഫ് എ ഇൻറ്റു എന്നിൻ്റെ മോൾ തന്നെയാണ് മോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ വോളിയത്തിൻ്റെ ലിറ്റർ ആണ് അല്ലെ, മീറ്റർ ക്യൂബ് എന്നുള്ളതിന് പകരം ലിറ്റർ അതിൻ്റെ സ്ക്വയർ ആൻഡ് ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് എന്നുള്ളതല്ലേ സി ജി എസിലെ പ്രഷർ. അപ്പോൾ എന്ത് വരും? യൂണിറ്റ് ഓഫ് എയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ, ലിറ്റർ സ്ക്വയർ, മോൾ റേസ് ടു -2. സോ ദീസ് ആർ ദ യൂണിറ്റ്സ് ഓഫ് എ. ഇത് എസ് ഐയിൽ, ഇത് സി ജി എസിൽ. ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് ദ യൂണിറ്റ്. ഓക്കെ, സോ സി ജി എസിലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലിറ്റർ എന്നുള്ളതിന് പകരം ഡി എം ക്യൂബ് കൂടി നമുക്ക് യൂസ് ചെയ്യും. ഡി എം സ്ക്വയർ കേട്ടോ, ഡി എം ക്യൂബ് അതിൻ്റെ സ്ക്വയർ. ഓക്കെ, സോ ലിറ്ററിന് പകരം അതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സി ജി എസിൽ. ദെൻ എന്താ യൂണിറ്റ് ഓഫ് ബി? യൂണിറ്റ് ഓഫ് ബി, അപ്പോൾ എൻ ബി എന്നുള്ളതാണ് വോളിയം കറക്ഷൻ ടേം. അപ്പോൾ ബിയുടെ അതായത് ഈ ടേമിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? വോളിയത്തിൻ്റെ യൂണിറ്റിന് ഈക്വൽ ആയിരിക്കണം, എന്നാലേ അത് മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് എങ്ങനെ എഴുതാം? എൻ എന്ന് പറഞ്ഞു വെച്ചാൽ അതിൻ്റെ യൂണിറ്റ് മോൾ ഇൻറ്റു യൂണിറ്റ് ഓഫ് ബി. അത് എന്തിന് ഈക്വലാണ്? വോളിയത്തിൻ്റെ യൂണിറ്റിന് ഈക്വലാണ്. വോളിയത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ്. എസ് ഐ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്, മീറ്റർ ക്യൂബ്. സോ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ബി? യൂണിറ്റ് ഓഫ് ബി ഈസ് ഈക്വൽ ടു മോൾ റേസ് ടു -1 മീറ്റർ ക്യൂബ് ഇൻ എസ് ഐ സിസ്റ്റം. ഇനി സി ജി എസിൽ എഴുതുമ്പോഴോ, സി ജി എസിൽ നോക്കുമ്പോൾ മോൾ ഇൻറ്റു യൂണിറ്റ് ഓഫ് ബി ഈസ് ഈക്വൽ ടു, സി ജി എസിൽ വോളിയത്തിന് എന്താണ്? ലിറ്റർ ആണ് അല്ലേ, ലിറ്റർ എന്നേ വരുന്നത്. മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ലിറ്റർ ആണ് ഇവിടെ. അപ്പോൾ യൂണിറ്റ് ഓഫ് ബി ഈസ് ഈക്വൽ ടു മോൾ റേസ് ടു -1 ലിറ്റർ എന്ന് എഴുതാം, അല്ലെങ്കിൽ മോൾ റേസ് ടു -1 ഡി എം ക്യൂബ്, ഡെസിമീറ്റർ ക്യൂബും എഴുതാം. ലിറ്റർ എന്നുള്ളതിനെ ഡെസിമീറ്റർ ക്യൂബാക്കി എഴുതാം. അപ്പോൾ അങ്ങനെ ദാറ്റ് ആർ ദ യൂണിറ്റ്സ് ഓഫ് എ ആൻഡ് ബി. എയുടെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പ്രഷറിൻ്റെ യൂണിറ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്തു. ബിയുടെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വോളിയത്തിന്, ഇത് രണ്ടും അറിഞ്ഞിരിക്കണം, ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ, യൂണിറ്റ് ഓഫ് എ ആൻഡ് ബി. So we learn more about van der Waals constants, and next we want to study the significance of van der Waals constants A and B. What is the significance? You know, A, that is introduced as a result of pressure correction term, and B indicates the volume correction. So first we can check what is the significance of A. A എന്ന് പറയുന്നത് pressure correction term ആണ് അല്ലേ. അപ്പോൾ that is A n square by V square ഒരു ഭാഗമാണ് A എന്ന് പറയുന്നത്. So A indicates the ആ pressure correction എന്ത് വെച്ചിട്ടുണ്ടായത്? intermolecular force of attractionനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഐഡിയൽ ഗ്യാസസിൽ അങ്ങനെ ഒരു അട്രാക്ഷൻ ഇല്ല എന്നത് പറഞ്ഞുകൊണ്ടാണ് വെറും P എന്ന് എഴുതുന്നത്. പക്ഷേ റിയൽ ഗ്യാസിലേക്ക് വരുമ്പോൾ there is intermolecular force of attraction. So we introduced a term A n square by V square വെച്ചു. So A ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് intermolecular force of attraction ആണ്. ഓക്കെ, intermolecular force of attraction ആയതുകൊണ്ട് തന്നെ ആസ് ദ വാല്യൂ ഓഫ് എ ഇൻക്രീസസ് അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അത് തന്നെ സോ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ്. ഒരു ഗ്യാസിനെ ലിക്വിഫാക്ഷൻ നടത്താൻ പറ്റുമോ എന്നുള്ളതിനൊരു ഇൻഡിക്കേഷനാണ് എ എന്ന് പറയുന്നത്. മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണെങ്കിൽ നമുക്ക് അവരെ ഈസി ആയിട്ട് ലിക്വിഫൈ ചെയ്യാം അല്ലേ. ലിക്വിഡിലല്ലേ ഗ്യാസിനേക്കാൾ കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നല്ല അട്രാക്ഷൻ ഉള്ളവരെ നമുക്ക് ഈസി ആയിട്ട് ലിക്വിഫൈ ചെയ്യാം. അതാണ് ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ്. അപ്പോൾ അതിൻ്റെയൊക്കെ എ വാല്യൂ വളരെ കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജനിൽ അതിൻ്റെ എയുടെ വാല്യൂ 0.244 ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് അമോണിയ വരുമ്പോൾ അത് 4.17 ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് വരുമ്പോൾ അത് 3.59 ആണ്. അപ്പോൾ അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആണ് വെൻ കമ്പയർ ടു ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ഒക്കെ വരുമ്പോൾ. ഹീലിയം 0.03 ഒക്കെയാണ്. So as the value of A increases, the attractive force increases. So the that indicates liquefaction. നമുക്ക് നന്നായിട്ട് അത്തരം ഗ്യാസസിനെ ഈസിലി ലിക്വിഫൈ ചെയ്യാൻ പറ്റും. അതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് എ. എ ഇൻഡിക്കേറ്റ്സ് ദ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ എ കൂടുമ്പോൾ അട്രാക്ഷൻ കൂടും, നമുക്ക് ഈസി ആയിട്ട് ലിക്വിഫൈ ചെയ്യാൻ പറ്റും. ഹിയർ ആർ ദ വാല്യൂസ്. അപ്പോൾ ഹൈഡ്രജൻ ഹീലിയം ഒക്കെ വാല്യൂ ഓഫ് എ വളരെ കുറവാണ്. സോ ദേ ആർ നോട്ട് ഈസിലി ലിക്വിഫയബിൾ. ഫോർ ഗ്യാസസ് ലൈക്ക് അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ 1 പോയിൻറ്റ് സംതിങ് വരുന്നത്, ആൻഡ് ക്ലോറിൻ, അതൊക്കെ ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആണ് ബിക്കോസ് ദേ ഹാവ് ഹയർ വാല്യൂ ഓഫ് എ.
Next we want to check the significance of B. B എന്ന് പറയുന്നത് that factor is introduced as a result of volume correction. വോളിയം കറക്ഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ B ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലേ. അപ്പോൾ ഒരു വോളിയത്തിനെയാണ് അത് B ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് B എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എക്സ്ക്ലൂഡഡ് വോളിയമാണ് എന്നൊക്കെ മെഷർ ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് 4 times the total volume of the molecule for 1 mole of gas. ഒരു 1 mole ഗ്യാസ് എടുത്ത് അതിൻ്റെ ടോട്ടൽ വോളിയത്തിൻ്റെ 4 times ആണ് B എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ B എന്ന് പറയുന്നത് വോളിയം കറക്ഷൻ ആണ്. സോ B ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സൈസ് ഓഫ് ദ മോളിക്യൂൾ. വോളിയം എന്ന് പറയുന്ന സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുല്ലോ. ഓക്കെ, സോ B ഇൻഡിക്കേറ്റ്സ് ദ സൈസ് ഓഫ് ദ ആസ് ദ വാല്യൂ ഓഫ് B ഇൻക്രീസസ് സൈസ് ഓഫ് ദ മോളിക്യൂൾ ഇൻക്രീസസ്. B കൂടുതലാണെങ്കിൽ അതിൻ്റെ സൈസ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ ഹൈഡ്രജൻ ആൻഡ് ഹീലിയം, ഹൈഡ്രജന് വാല്യൂ പറയുന്നത് 0.026 വരുന്നുള്ളൂ, ഹീലിയത്തിന് 0.023 വരുന്നുള്ളൂ. ബട്ട് ഫോർ നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജന് വരുന്നത് 0.03 വരുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിന് 0.04 ആണ്. അപ്പോൾ അവരൊക്കെ വലിയ മൊളിക്യൂൾസാണ്, ഇവർ ചെറുതാണ്. അതുകൊണ്ടാണല്ലോ അട്രാക്റ്റീവ് ഫോഴ്സ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. ഈ ഹൈഡ്രജൻ ഹീലിയം എക്സെപ്ഷണൽ കേസ് പഠിച്ചില്ലേ. അപ്പോൾ B എന്ന് പറയുന്നത് വോളിയം കറക്ഷനാണ്. B കൂടുമ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സൈസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, വോളിയം കറക്ഷൻ ആയതുകൊണ്ട്. അപ്പോൾ എയും ബിയും മനസ്സിലാവും. എ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ബി എന്ന് പറയുന്നത് എക്സ്ക്ലൂഡഡ് വോളിയം ദാറ്റ് ഇൻഡിക്കേറ്റ് സൈസ് ഓഫ് ദ മോളിക്യൂൾസ്. ഓക്കെ, ലാസ്റ്റ് വി വാണ്ട് ടു സ്റ്റഡി ദ ലിമിറ്റേഷൻ ഓഫ് ലിമിറ്റേഷൻ ഓഫ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. എന്താണ് ലിമിറ്റേഷൻ? നമുക്കറിയാം, ഇറ്റ് ഈസ് എ ഗുഡ് ഇക്വേഷൻ ടു എക്സ്പ്ലെയിൻ റിയൽ ഗ്യാസസ്. റിയൽ ഗ്യാസസിൻ്റെ ബിഹേവിയർ നന്നായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി അല്ലേ. ബട്ട് ഇറ്റ് ഈസ് ഫെയിൽ ടു എക്സ്പ്ലെയിൻ ദ ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസസ് അറ്റ് ലോ ടെമ്പറേച്ചർ. വെരി ലോ ടെമ്പറേച്ചറിലും ആൻഡ് ഹൈ പ്രഷറിലും അത്ര നന്നായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം എ ആൻഡ് ബി ആർ നോട്ട് കോൺസ്റ്റൻറ്റ്. ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ദാറ്റ് A and B are not constant for a particular gas. That means under these condition ഇതിൻ്റെ വാല്യൂ വേണമെങ്കിൽ ചേഞ്ച് ആവാം. അതുകൊണ്ട് ലോ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും അത്ര കറക്റ്റായിട്ട് നമുക്ക് റിയൽ ഗ്യാസസിൻ്റെ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഈവൻ വിത്ത് ദിസ് വാൻ ഡെർ വാൾ ഇക്വേഷൻ. അല്ലാത്ത മറ്റ് കേസിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് റിയൽ ബിഹേവിയർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, റിയൽ ഗ്യാസസിൻ്റെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ബട്ട് ദിസ് ഈസ് ദ ലിമിറ്റേഷൻ. ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ ബിക്കോസ് അണ്ടർ ദീസ് കണ്ടീഷൻസ് the value of A and B are not constant. അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുമായിരുന്നു, നോട്ട് കോൺസ്റ്റൻറ്റ് ഫോർ എ പെർട്ടിക്കുലർ ഗ്യാസ്. Next topic is the Virial equation of state. There are different equation of state. നമ്മൾ ideal gas equation, van der Waals equation ഒക്കെ പഠിച്ചു. Then this Virial equation of state was developed by Kamerlingh Onnes. അദ്ദേഹമാണ് ഡിറൈവ് ചെയ്തത്. And in this equation PV is expressed in the powers of 1/V. 1/Vയുടെ പവേഴ്സ് ആയിട്ടാണ് PVയെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. And the equation is PV is equal to RT into 1 plus B/V plus C/V squared plus D/VQ plus etc. ഇതാണ് വൈറിയൽ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. വൈറിയൽ എന്നും വിരിയൽ എന്നൊക്കെ പറയൂ കേട്ടോ. PV equal to RT into 1 plus B/V C/V squared D/VQ plus etc. And this is the virial equation of state. ഈ ടേംസ് ഒക്കെ അറിയാം. വി ഹാവ് ദ ന്യൂ ടേംസ് BCD, വേർ BCD റെപ്രസെൻറ്റ് സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് വൈറിയൽ കോഎഫിഷ്യൻറ്റ്. ഇവരെ പറയുന്ന പേര് സെക്കൻഡ് viral coefficient, third, fourth viral coefficient, and it is depends on temperature. Temperature dependent functions ആണ്. These are depends on temperature. So this is the virial equation of state. Equation മനസ്സിലായില്ലേ? That is expressed as the powers of 1/V. 1/Vയുടെ പവർ ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. And BCD are second, third and fourth virial coefficients and depends on temperature. Temperature dependent coefficients ആണ്. ഇനി എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ജസ്റ്റ് ചെക്ക് ദ B. B റെപ്രസെൻ്റ് ചെയ്യുന്നത്
the deviation from ideal behavior എന്ന് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ റിയൽ ഗ്യാസസ്. സോ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ ഡ്യൂ ടു ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു മോളിക്യൂൾസ്. രണ്ട് മോളിക്യൂൾസ് തമ്മിലൊരു ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട് എങ്കിൽ ദാറ്റ് വിൽ ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ പറയുന്നത് ദർ ഈസ് നോ ഇൻട്രാക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബി എന്നുള്ള ടേം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു മോളിക്യൂൾസ്, രണ്ട് മോളിക്യൂൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കൊണ്ട് ഉണ്ടാവുന്ന ഡീവിയേഷനെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. സി എന്ന് പറയുന്നത് മൂന്ന് മോളിക്യൂൾസ് തമ്മിൽ മൂന്ന് മോളിക്യൂൾസ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ ആ പ്രശ്നം കാരണം ഡീവിയേറ്റ് ചെയ്യുന്നതിനെയാണ് സി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഡി എന്ന് പറയുന്നത് 4 പേര് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡീവിയേഷൻ. സോ ബി സി ഡി ആർ ഇൻട്രാക്ഷൻസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ്സ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. ബി എന്ന് പറയുന്നത് 2 മോളിക്യൂൾ തമ്മിലുള്ളത്, സി 3 ഡി 4. യൂഷ്വലി സി വരെ വരുള്ളൂ കേട്ടോ, അതുവരെ ബാക്കിയുള്ള ടേംസിനൊക്കെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യും. സോ ദിസ് ഈസ് ദ വൈറിയൽ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, സോ ബി ആണ് കൂടുതൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ബി that can be negative at low pressure, low temperature ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറഞ്ഞില്ലേ. സോ ലോ ടെമ്പറേച്ചറുടെ ബിയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കാം, പിന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ബിയുടെ വാല്യൂ 0 ആവും, ദെൻ വീണ്ടും ടെമ്പറേച്ചർ കൂടുമ്പോൾ ബിയുടെ വാല്യൂ പോസിറ്റീവ് ആവും. ഓക്കെ, സോ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വൈറിയൽ കോഎഫിഷ്യൻറ്റ് ബി ബിക്കം 0 ഈസ് കോൾഡ് ആസ് ബോയിൽ ടെമ്പറേച്ചർ. നമ്മൾ ബോയിൽ ടെമ്പറേച്ചർ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിനെ നമുക്ക് വീണ്ടും വേറൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ദ ടെമ്പറേച്ചർ at which the viral coefficient B becomes 0 is called as boil temperature. B becomes 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രാക്ഷൻ ഇല്ല അല്ലേ. ഇൻട്രാക്ഷൻ ഇല്ല പറഞ്ഞാൽ എന്താണ്? the real gases behave ideally. അതല്ലേ ബോയിൽ ടെമ്പറേച്ചർ. നമ്മൾ ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസസ് ബിഹേവ് ഐഡിയലി എന്നുള്ളതിനല്ലേ ബോയിൽ ടെമ്പറേച്ചർ എന്ന് നമ്മൾ അപ്പം പഠിച്ചത്. അപ്പോൾ ഇവിടെയും നമുക്ക് ഇങ്ങനെയും എക്സ്പ്ലെയിൻ ചെയ്യാം. ദ വൈറിയൽ കോഎഫിഷ്യൻറ്റ് B equal to 0 ആവുന്ന ടെമ്പറേച്ചറാണ് ബോയിൽ ടെമ്പറേച്ചർ. 0 ആവുക പറഞ്ഞാൽ എന്താ അർത്ഥം? there is no force of attraction ഇല്ലെങ്കിൽ അത് ഐഡിയൽ ഗ്യാസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു, ആൻഡ് ദാറ്റ് ടെമ്പറേച്ചർ ഇസ് കോൾഡ് ആസ് ബോയിൽ ടെമ്പറേച്ചർ. മനസ്സിലായില്ലേ കുട്ടികളെ? ദാറ്റ് ബിക്കം 0, there is no force of attraction, so real gas behave ideally, that is boil temperature. അപ്പോൾ ബോയിൽ ടെമ്പറേച്ചറിൽ ദാറ്റ് വിൽ ഒബേ ബോയിൽസ് ലോ അറ്റ് എ റിലേറ്റീവ് റേറ്റ് ഓഫ് റേഞ്ച് ഓഫ് പ്രഷറിൽ അത് ഒബേ ചെയ്യും. ദെൻ ഈ വൈറിയൽ കോഎഫിഷ്യൻറ്റിനെ വേറൊരു രീതിയിലും എഴുതാം, ഇൻ ടേംസ് ഓഫ് പവേഴ്സ് ഓഫ് പി. പ്രഷറിൻ്റെ പവറായിട്ടും ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് ദാറ്റ് ഇക്വേഷൻ ഇസ് പി വി ഈസ് ഈക്വൽ ടു ആർ ടി ഇൻറ്റു 1 + ബി എന്നുള്ളതിന് പറഞ്ഞാൽ ബി ഡാഷ് പി പ്ലസ് C dash P squared plus D dash PQ plus etc. So in terms of pressure, the virial equation can be represented as PV is equal to RT into 1 plus B dash P plus C dash P squared plus D dash P cube etc. Here also B dash, C dash, P, D dash etc. are virial coefficients and that are temperature dependent virial coefficients. So that is about the virial equation of state. The next step, we want to express van der Waals equation in virial form and we want to calculate the boil temperature. So for van der Waals equation for 1 mole of gas can be represented as P plus A n squared എന്നിവരില്ലേ A by V squared into V minus B is equal to RT. ഇതല്ലേ for 1 mole gas P plus A by V squared V minus B equal to RT. Then രണ്ട് സൈഡും V minus B കൊണ്ട് ഡിവൈഡ് ചെയ്യുക, divided both side by V minus B. So what will happen? P plus A by V squared is equal to RT divided by V minus B എന്ന് പറഞ്ഞു. Then P നെ ഇവിടെ നിർത്തുക, P is equal to RT divided by V minus B plus A by V square അങ്ങോട്ട് ചെല്ലുമ്പോൾ minus A by V square ആയി മാറി. ഓക്കെ, ദെൻ വീണ്ടും നമുക്കതിനെ അറേഞ്ച് ചെയ്യാം. പ്ലസ് RT ഡിവൈഡഡ് ബൈ, ഇതിൽ നിന്ന് V പുറത്തെടുക്കുക. B പുറത്തെടുക്കുമ്പോൾ എന്ത് വരും? ഇത് V പുറത്ത് വെച്ചാൽ 1 വരും, മൈനസ് ഇതിന്ന് B പുറത്തെടുത്താൽ B by V വരും അല്ലേ. എന്നാലല്ലേ അത് വെറും B ആയി നിൽക്കുള്ളൂ. ഇങ്ങനെ എഴുതാം, മൈനസ് A by V സ്ക്വയർ എന്ന് എഴുതാം. വീണ്ടും അതിനെ റീഅറേഞ്ച് ചെയ്യുകയാണ്. P ഈസ് ഈക്വൽ ടു
നമ്മൾ 1/vനെ പുറത്തെടുക്കുക. ഈ രണ്ട് ഇക്വേഷനിലും 1/v ഉണ്ട്, അത് പുറത്തെടുത്തു. സോ വി ഹാവ് RT ഡിവൈഡഡ് ബൈ 1 മൈനസ് B/v മൈനസ് ഇവിടെ A/v എന്ന് വരും അല്ലേ. ഇനി 1/v എന്നുള്ള ഈ വീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. സോ വി ഹാവ് PV ഈസ് ഈക്വൽ ടു RT ഡിവൈഡഡ് ബൈ 1 മൈനസ് B/v മൈനസ് A/v. വീണ്ടും റീഅറേഞ്ച് ചെയ്യുന്നു. PV ഈസ് ഈക്വൽ ടു RT ഡിവൈഡഡ് ബൈ 1 മൈനസ് B/v. അപ്പോൾ RT ഇൻറ്റു 1 മൈനസ് B/v ഹോൾ റേസ് ടു -1 നമുക്ക് എഴുതിക്കൂടെ. ഇത് ഡിവൈഡഡ് ആണ്, അപ്പോൾ ഇൻറ്റു ഒക്കെ എഴുതുമ്പോൾ 1 മൈനസ് B/v ഹോൾ റേസ് ടു -1 എഴുതി മൈനസ് A/v എന്നെഴുതി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ജസ്റ്റ് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്തോളൂ. PV ഈക്വൽ ടു RT ഇൻറ്റു 1 മൈനസ് BV ഹോൾ റേസ് ടു -1 മൈനസ് A/v. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? ഇനി നോക്കൂ, ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ദിസ് ഈസ് ഇൻ ദ ഫോം 1 മൈനസ് A/b ഹോൾ റേസ് ടു -1. സോ ബൈനോമിയൽ തിയറം വെച്ച് നമുക്കിതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. 1 മൈനസ് A/b ഹോൾ റേസ് ടു -1 എന്താണ്? 1 പ്ലസ് A/b പ്ലസ് A²/b² പ്ലസ് A³ പ്ലസ് എക്സെട്ര ആണ് അല്ലേ. പിന്നെ നമുക്കറിയാം B എന്ന് പറയുന്നത് എക്സ്ക്ലൂഡഡ് വോളിയമാണ്, ദാറ്റ് ഈസ് ലെസ് ദാൻ V, വിനേക്കാൾ കുറവുമാണ്. സോ ബൈ യൂസിങ് ബൈനോമിയൽ തിയറം we can expand this as PV is equal to RT into, നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാണ് ബൈനോമിയൽ തിയറം, ഇത് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുക. സോ ദാറ്റ് വി ഹാവ് 1 പ്ലസ് B/v പ്ലസ് B² പ്ലസ് B³ പ്ലസ് എക്സെട്ര. അങ്ങനെയാണ് അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത് കേട്ടോ. മൈനസ് A/v ഇവിടെ തന്നെ ഉണ്ട്. ഇനി വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. RT ഇൻറ്റു 1 പ്ലസ് B/v പ്ലസ് B²/v² പ്ലസ് B³ പ്ലസ് എക്സെട്ര മൈനസ് RT കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, RT കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു ഇവിടെ ജസ്റ്റ്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു RT, ഈ ടേമിൽ ഒരു RT ഉണ്ട്, ഇവിടെ ഒരു RT ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ RTയെ കോമൺ ആയി എടുത്തു. RT ഇൻറ്റു 1 പ്ലസ് B/v പ്ലസ് B²/v² പ്ലസ് B³ പ്ലസ് എക്സെട്ര. പിന്നെ ഒരു മൈനസ് RT ഇവിടെ പുറത്തെടുത്താൽ A/v/RT എന്ന് വരും അല്ലേ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി ഈ മൈനസ് A/v/RTനെ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക നമ്മൾ ചെയ്യുന്നത്. സോ എങ്ങനെ എഴുതാം? PV ഈസ് ഈക്വൽ ടു RT ഇൻറ്റു 1 പ്ലസ് B/v ഓൾറെഡി ഉണ്ട്, പിന്നെ അവിടെ കിടന്നിരുന്ന മൈനസ് A/v/RTനെ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ ബാക്കിയുള്ള ടേംസൊക്കെ എഴുതാം. B²/v² പ്ലസ് B³ പ്ലസ് എക്സെട്ര എന്ന് എഴുതി. വീണ്ടും റീഅറേഞ്ച് ചെയ്യാണ്. RT ഇൻറ്റു 1 പ്ലസ്, ഇതിലും 1/v ഉണ്ട്, ഇതിലും 1/v ഉണ്ട്. അപ്പോൾ 1/vനെ നമ്മൾ കോമൺ ആക്കി എടുത്തു. എന്നിട്ട് അങ്ങനെ എഴുതാം. 1/v എടുത്തവിടെ B മൈനസ് എ വരുള്ളൂ, B മൈനസ് A/RT എന്ന് വരും അല്ലേ. പ്ലസ് ഈ എക്സെട്ര, ഈ കാര്യങ്ങൾ എഴുതണേ. ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പോൾ നോക്കൂ, ഇക്വേഷൻ ഇതുവരെ എത്തിയില്ലേ. അപ്പോൾ നമുക്ക് B മൈനസ് A/RT ഇങ്ങനെ എഴുതാം, ഹോൾ ഡിവൈഡഡ് ബൈ V എന്ന് എഴുതി. സോ PV ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് സോ ദിസ് ഈസ് ദ വാൻ ഡെർ വാൾ ഇക്വേഷൻ ഇൻ വൈറിയൽ ഫോം. വൈറിയൽ ഫോമിലുള്ള വാൻ ഡെർ വാൾ ഇക്വേഷൻ ഇതാണ്. നോക്കൂ, വൈറിയൽ ഫോമിൽ ഇതുപോലെ തന്നെ അല്ലേ. എന്തായിരുന്നു വൈറിയൽ ഇക്വേഷൻ? PV ഈസ് ഈക്വൽ ടു RT ഇൻറ്റു 1 പ്ലസ് ക്യാപിറ്റൽ B/v പ്ലസ് C/v² പ്ലസ് D/v³ പ്ലസ് എക്സെട്ര എന്നുള്ളതായിരുന്നു അല്ലേ. സോ ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നോക്കൂ, ഈ B എന്നുള്ളത് എന്തിന് ഇക്വേറ്റ് ചെയ്യാം? നമുക്ക് B മൈനസ് A/RT ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇത് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഇൻ വൈറിയൽ ഫോം ആണ്, ഇത് വൈറിയൽ ഇക്വേഷനാണ്. സോ വെൻ വിൽ കമ്പയറിങ് ദീസ് ടു വി ക്യാൻ റൈറ്റ് B ആസ് B മൈനസ് A/RT എന്ന് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. B ഈസ് ഈക്വൽ ടു B മൈനസ് A/RT എന്ന് നമുക്ക് എഴുതാൻ പറ്റും.
ദാറ്റ് ഈസ് കോഎഫിഷ്യൻറ്റ് ബി. ഓക്കെ, അപ്പം നമുക്കറിയാം ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഉണ്ട് അല്ലേ. എന്താ ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ, ബോയിൽ ടെമ്പറേച്ചർ ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ബി ബിക്കം 0. ബി 0 ആവുന്ന ടെമ്പറേച്ചറാണ് ബോയിൽ ടെമ്പറേച്ചർ. ഓക്കെ, ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് സെക്കൻഡ് വൈറൽ കോഎഫിഷ്യൻ്റ് ആണല്ലോ ഇത്. നമുക്ക് വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻറ്റ് അറിയാമെങ്കിൽ, പിന്നെ R നമുക്കറിയാം, ടെമ്പറേച്ചർ അറിയാമെങ്കിൽ നമുക്ക് വൈറൽ കോഎഫിഷ്യൻറ്റ്, സെക്കൻഡ് വൈറൽ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ബോയിൽ ടെമ്പറേച്ചറാണ് നമ്മൾ നോക്കുന്നത്. ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ബി ബിക്കം 0. ദാറ്റ് ഈസ് ബോയിൽ ടെമ്പറേച്ചറിനെ നമ്മൾ TB എന്നാണ് പറയുന്നത്. TB ആയിരിക്കുമ്പോൾ B 0 ആയിരിക്കും. സോ ഹൗ വി ക്യാൻ റൈറ്റ് B മൈനസ് A/R. വെൻ ടെമ്പറേച്ചർ ബിക്കം ബോയിൽ ടെമ്പറേച്ചർ ദിസ് B ബിക്കം 0, അതായത് ഇത് 0 ആവും. അപ്പോൾ നമുക്ക് ബീനെ എങ്ങനെ എഴുതാം? B ഈസ് ഈക്വൽ ടു A/R TB എന്ന് എഴുതാം. അതിൽ നിന്ന് ബോയിൽ ടെമ്പറേച്ചർ TB എന്ന് പറയുന്നത് TBനെ ഇങ്ങോട്ട് കൊണ്ടുവരും, A/BR എന്ന് എഴുതാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ബോയിൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റും. ബോയിൽ ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു A/BR. നമ്മളുടെ വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻറ്റ് നമുക്ക് അറിയാമെങ്കിൽ ബോയിൽ ടെമ്പറേച്ചർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് വൈറൽ ഇക്വേഷൻ്റെ ഒരു മെറിറ്റ്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഗ്യാസസിൻ്റെ A/B വാല്യൂസ് അറിയാമെങ്കിൽ അതിൻ്റെയൊക്കെ TB ബോയിൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം. എന്താ ബോയിൽ ടെമ്പറേച്ചർ? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഗ്യാസ് ബിഹേവ് ഐഡിയലി, ദാറ്റ് ഈസ് B സെക്കൻഡ് വൈറൽ കോഎഫിഷ്യൻറ്റ് 0, അതായത് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല എന്ന് അല്ലേ. ഇനി അപ്പോൾ ഇങ്ങനെ നമുക്കറിയാം ഓക്സിജൻ, നൈട്രജൻ, ഇതിൻ്റെ രണ്ടിൻ്റെയും ബോയിൽ ടെമ്പറേച്ചർ എക്സ്പെരിമെൻ്റലി കണ്ടുപിടിച്ചിരിക്കുന്നത് 405 ആണ്. ആൻഡ് നൈട്രജൻ ഈസ് 327 ആണ്. ബട്ട് നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് കിട്ടുക നമുക്ക് 521 433 ആണ് കിട്ടുക. വളരെ വ്യത്യാസമുണ്ട് അല്ലേ. ആൻഡ് ദാറ്റ് ആ ഡിഫറൻസ് ഈസ് ഡ്യൂ ടു ദ നോൺ അപ്ലിക്കബിലിറ്റി ഓഫ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. വാൻ ഡെർ വാൾസ് ഇക്വേഷനിലുള്ള പ്രശ്നം കാരണം അതൊരു ഡ്രോബാക്ക് ആയതുകൊണ്ടാണ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടാത്തത്. ആക്ച്വലി ഇതാണ്, പക്ഷേ ആക്ച്വലി നമുക്ക് കിട്ടേണ്ടത് ഇതാണ്, പക്ഷേ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇതാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇൻഡിപ്പൈസ് ദ ലിമിറ്റേഷൻസ് ഓഫ് വാൻ ഡെർ വാൾ ഇക്വേഷൻ. കാരണം വാൻ ഡെർ വാൾ എന്നല്ലേ നമ്മൾ ഇതൊക്കെ ഡിറൈവ് ചെയ്ത് വന്നത്. അപ്പോൾ എങ്കിൽ പോലും നമുക്ക് ബോയിൽ ടെമ്പറേച്ചർ ഇത് വെച്ച്, അപ്പോൾ കാൽക്കുലേഷൻ നിങ്ങൾക്ക് പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ബോയിൽ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? വൈറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞതൊക്കെ മനസ്സിലായോ? ഡിഫറെൻറ്റ് ഇക്വേഷനിൽ കാമർലിംഗ് ഓൺ സജസ്റ്റ് ചെയ്ത ഇക്വേഷനാണ് വൈറൽ ഇക്വേഷൻ. ഇതാണ് ആ ഇക്വേഷൻ്റെ ഒരു ടേം. ദെൻ BCD എന്നൊക്കെ പറയുന്നത് സെക്കൻഡും തേർഡും ഫോർത്ത് വൈറൽ കോഎഫിഷ്യൻ്റ് ആണ്. ഇത് പ്രഷർ വെച്ചിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ വാൻ ഡെർ വാളിനെ എങ്ങനെ വൈറൽ കോഎഫിഷ്യൻ്റ് ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്തു. ദെൻ ഇവിടെ വെച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. ദെൻ ഈ ടേമിനെയും കൂടി ഉള്ളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് PVയെ നമ്മൾ വൈറൽ ഇക്വേഷനിൽ ഇങ്ങനെ എഴുതി. എന്നിട്ട് വൈറൽ ഇക്വേഷനും ഇതും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലായി ബീനെ നമുക്ക് ഇയാളുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം അല്ലേ, B മൈനസ് A/RT. അതിൽ നിന്ന് നമുക്ക് ബോയിൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഈസ് ദ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് വൈറൽ ഇക്വേഷൻ ആൻഡ് വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ആ സെക്ഷനിൽ ഒരു പോർഷൻ കൂടിയുണ്ട്, കാൽക്കുലേഷൻ ഓഫ് മോളിക്കുലർ ഡയമീറ്റർ. നമുക്ക് മോളിക്കുലർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ സിഗ്മയാണ് എന്നറിയാം അല്ലേ. ഇത് നമ്മൾ പഠിച്ചു. എക്സ്ക്ലൂഡഡ് വോളിയം B എന്ന് പറയുന്നത് 4 ടൈംസ് ദ വോളിയം ഓഫ് 1 മോളിക്യൂൾ, B ഈക്വൽ ടു 4 VM എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, 4 ടൈംസ് ആണെന്നുള്ളത്. സോ ഒരു മോൾ ഗ്യാസിൻ്റെ എക്സ്ക്ലൂഡഡ് വോളിയം എന്ന് പറഞ്ഞാൽ 4 × N0 VM എന്ന് എഴുതാം അല്ലേ. വേർ N0 ഈസ് ദ അവഗാഡ്രോ നമ്പർ എന്ന് പറയും. ഓക്കെ, സോ VM മോളിക്യൂളിൻ്റെ ഒരു മോളിക്യൂളിൻ്റെ വോളിയത്തിനെ നമുക്ക് എങ്ങനെ എഴുതാം? B/4 N0 എന്ന് എഴുതാം. ഇത് നമുക്കറിയാം കേട്ടോ, ഇങ്ങനെ റെപ്രസെൻറ്റ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി നമുക്കറിയാം ഒരു മോളിക്യൂളിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? മോളിക്യൂളിൻ്റെ വോളിയം 4/3 πr³ ആണ്. നമുക്ക് ഓൾറെഡി അറിയാം 2R = സിഗ്മയാണ് എന്നറിയാം. അപ്പോൾ നേരത്തെ അന്ന് നമ്മൾ ചെയ്ത പോലെ തന്നെ 4/3 π, ആറിന് പകരം എന്ത് എഴുതി നമ്മൾ? σ/2 എന്ന് എഴുതി. അതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു? 1/6 π σ³. ഇതും അപ്പോൾ നമ്മൾ ചെയ്തത് തന്നെയായിരുന്നു അല്ലേ. ഇനി എന്ത് ചെയ്യുക? ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് 1 and 2. സോ വാട്ട് വിൽ ഹാപ്പൻ? 1/6 π σ³ = B/4 N0 എന്ന് കിട്ടും. അതിന്ന് σ³ എന്ന് പറഞ്ഞു വെച്ചാൽ എന്ത് വരും? ഈ 6 ഇങ്ങോട്ട് മുകളിലേക്ക് പോകും. അപ്പോൾ 6ഉം 4ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 3/2 എന്നാണ് വരിക. 3/2 B/N0 ഇവിടെ താഴെ തന്നെ വരും അല്ലേ.
അപ്പോൾ സിഗ്മ എന്ന് പറയുന്നത് 3b/2πn0 ക്യൂബ് റൂട്ട് ഓഫ് അല്ലേ വരിക. അപ്പോൾ സിഗ്മ ഈസ് ഈക്വൽ ടു 3b/2πn0. അപ്പോൾ ഇതുകൂടി ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. ജസ്റ്റ് അവിടെ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. ബി എക്സ്ക്ലൂഡഡ് വോളിയം എന്ന് പറഞ്ഞാൽ 4 ടൈംസാണ് നമ്മൾ പഠിച്ചു. അത് ഒരു മോളിന് എഴുതുമ്പോൾ n0 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ വിയും ഒരു മോളിക്യൂളിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3πr³ ആണ്. ആറിന് പകരം നമ്മൾ σ/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇത് കിട്ടി. അത് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് മോളിക്കുലർ ഡയമീറ്റർ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ.